സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കടങ്ങന്നൂർ കോമൺ സർവീസ് സെൻറ്ററിൽ ഇതിനകം ഇത് തുടങ്ങിയതിന് ശേഷം ഒരു ഏകദേശം 400-450 അപേക്ഷയോളം വിവിധ ദിവസങ്ങളിലായിട്ട് പല ടൈമുകളിൽ നമ്മൾ കസ്റ്റമേഴ്സിന് ചെയ്ത് സഹായിച്ചു കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്തെ ഒരു മെയിൻ കാര്യം നമ്മളിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ ഇറക്കിയിരിക്കുന്ന ഒരു വിജ്ഞാപനമുണ്ട്. ആ വിജ്ഞാപനം അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ സിറ്റിസൺസിന്, അതായത് നമ്മൾ പൊതുജനങ്ങൾക്ക് ഈ സേവനം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ കുറേ ആൾക്കാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ചില കേന്ദ്രങ്ങളിൽ, ചില അക്ഷയ സെൻറ്ററുകളിലും മറ്റും ഈ ഫോമുകൾ ഈ നമ്മൾ മാനുവലായിട്ട് ചെയ്യുന്ന രീതിയിൽ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ അപേക്ഷ ചെയ്തതിന് ശേഷം അതിൻ്റെ ഫോമിൻ്റെ കുറച്ച് മാതൃക കുറേ കസ്റ്റമേഴ്സ് നമ്മൾ സെൻറ്ററിൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇതിനകത്ത് ഷെയർ ചെയ്തുതരാം. അപ്പോൾ ഈ ഇത് ചെയ്തതിന് ശേഷം ഇവർ ഇത് മാനുവലായിട്ട് ഈ ഫോമും ഫില്ല് ചെയ്ത് ഫോട്ടോയും ഒട്ടിച്ച് പഞ്ചായത്തുകളിലും മറ്റ് കോർപ്പറേഷനുകളിലും എല്ലാം കൊണ്ട് കൊടുക്കുന്ന രീതി കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു അന്വേഷണം നടത്തിയപ്പോൾ, അതായത് നമ്മുടെ സിറ്റിസൺ, അതായത് നമ്മുടെ കെ സ്മാർട്ടിൻ്റെ ഓഫീസുകളിലും മറ്റും അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു ഫോം നിലവിൽ നമുക്ക് ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സത്യപ്രസ്താവന അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ ഈ ഫോമുകൾ കൊടുക്കുന്നത്. അങ്ങനെ ഒരു ഫോം എന്ന് പറഞ്ഞൊരു സംഭവം ഈ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാരിൻ്റെ അറിവിലോ ഈ ഫോം ഇറക്കിയിരിക്കുന്ന ആളുകൾക്കോ ഇതിനെക്കുറിച്ചിട്ട് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഈ പറഞ്ഞ ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് 1000 രൂപ ലഭിക്കുന്ന ഈ പദ്ധതിയെ സംബന്ധിച്ച് നമ്മുടെ SG ചാനലിൽ കൃത്യമായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് വേണ്ടുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടുന്ന യോഗ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ ജനനത്തീയതി തെളിയിക്കുന്നതിനുള്ള നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലുള്ള രേഖകൾ, അല്ലെ മെഡിക്കൽ ഓഫീസർ, ഇതൊന്നുമില്ലെങ്കിൽ മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ ഈ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഒരു ഫോട്ടോ, അതോടൊപ്പം തന്നെ ബാങ്ക് പാസ്ബുക്ക്. ഇത്രയും സാധനങ്ങളാണ് ഇത് ചെയ്യുവാനായിട്ട് മെയിനായിട്ട് വേണ്ടുന്നത്. ഇതിനകത്ത് സൈറ്റ് ഇഷ്യൂ നല്ല രീതിയിലുണ്ട്. അതായത് ചില ദിവസം രാവിലെ ടൈമുകളിൽ ഒക്കെ നിങ്ങൾക്കറിയാം, ചില കസ്റ്റമേഴ്സ് വരുന്നവർക്കറിയാം അത് കിട്ടില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ വൈകിട്ട് 5 മണിക്ക് ശേഷം നമ്മൾ 2-3 ദിവസം നമ്മൾ ചെയ്തു കൊടുക്കേണ്ടായി. പക്ഷേ ഇന്നലെ നിർഭാഗ്യവശാൽ 5 മണിക്ക് ശേഷം സൈറ്റ് ഡൗൺ ആയിരുന്നു. നമുക്കത് കുറച്ച് എണ്ണമേ ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഏതോ ഒരു ദിവസം, ശനിയാഴ്ച മറ്റോ ആണെന്ന് തോന്നുന്നു, ഇത് ഇറങ്ങിയതിന് ശേഷം ഒരു ദിവസം ഫുള്ള് ഡേ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം നമ്മൾ ക്ലബ് ചെയ്ത് ആൾക്കാർക്ക് ടൈം കൊടുത്ത് ഈ വരുന്ന ആൾക്കാരുടെ, അതായത് നമ്മുടെ ജില്ലയിലുള്ളതും അതിപ്പം പുറത്ത് മറ്റുള്ള ജില്ലകളിൽ നിന്നും ഒരുപാട് ആളുകൾ നമ്മുടെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് അവർ ആ ടൈമിൽ വന്ന് കൃത്യമായിട്ട് ചെയ്തു പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ചെയ്ത ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കാരണവശാലും നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു അഫിഡവിറ്റ് എന്നും മറ്റും പറഞ്ഞ് ഒരുപാട് ഫോമുകൾ പല കേന്ദ്രങ്ങളിലും വെറുതെ ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിച്ചിട്ട് അതിനകത്ത് സീലും ഒക്കെ അടിച്ച് പഞ്ചായത്തിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട്. അങ്ങനെ ഒരു സംഭവം നിലവിൽ ഇതിനകത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിൽ അറിയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾ എത്ര പേര് ഇങ്ങനെ ഫോം കൊണ്ട് കൊടുത്തിട്ടുണ്ട്, അവരിതിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മെയിനായിട്ടൊരു കേസ് എന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ സുരക്ഷാ പെൻഷനിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഈ സത്യപ്രസ്താവന എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ എന്നുള്ളതാണ്. ആ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റിൽ ചോദിക്കുന്നുണ്ട് ഈ ഡിക്ലറേഷൻ. ആ ഡിക്ലറേഷനിൽ ടിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാറുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഈ സൈൻ വഴി ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫയൽ സബ്മിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് ഡിക്ലറേഷൻ ഫോം എന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനെ പല സെൻറ്ററുകളും വേറെ രീതിയിൽ വ്യാഖ്യാനിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ പഞ്ചായത്തിലും മറ്റും ഈ ഫോം കൊണ്ട് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം കിട്ടുന്ന അക്നോളജ്മെൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ വരുന്ന മെസ്സേജ് കൃത്യമായിട്ട് സൂക്ഷിച്ച് വെക്കുക. അതിലെ ആ നമ്പർ വെച്ചിട്ടാണ് ഇത് ഭാവിയിൽ ഇത് അപ്രൂവ് ആവുമോ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്ന് മറ്റും ചോദിക്കുമ്പോൾ നിങ്ങൾ അതിൽ ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്താൽ മതി. അപ്പോൾ
ഇതാണ് നമ്മുടെ സ്ത്രീ സുരക്ഷാ പെൻഷനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു വിവരണമാണ്. ഇത് നിങ്ങൾ മാക്സിമം എല്ലാ ആളുകളിലും, യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളിലും എത്തിക്കുക. ഇപ്പം നമ്മുടെ ഈ വീഡിയോയിൽ തന്നെ ഞാനിത് പല അതിൻ്റെ ഹൈലൈറ്റുകൾ വന്നിരിക്കുന്നത് ഞാൻ ഇതിനകത്ത് സ്ക്രീൻഷോട്ടായിട്ട് ഇട്ടേക്കാം. അപ്പോൾ അത് കണ്ട് എല്ലാവരും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ ഇതിനൊരു ലാസ്റ്റ് തീയതി ഇതുവരെയും സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അതും 30-ാം തീയതി എന്നൊക്കെ മറ്റും പറഞ്ഞ് ഭയങ്കര തെള്ളും ബഹളവും ഒക്കെ ആയിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അതിന് ലാസ്റ്റ് ഡേറ്റ് ആയിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് തിരക്ക് കുറച്ച് കൃത്യമായിട്ട് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.